ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജോർദാൻ എന്ന സ്ഥലത്ത് പോയി സ്ഥലമൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. അവരിതിനു മുമ്പ് പല രാജ്യങ്ങളിലൊക്കെ തന്നെ പോയിട്ടുണ്ട്. ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ഇതൊക്കെ ഇവർ വ്ളോഗുകളാക്കി ചാനലിലിടും. ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. പക്ഷെ ആ ചാനലിലെ വീഡിയോസിനൊന്നും ഒരു 1000-ത്തിനപ്പുറം വ്യൂസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഇതൊരു സന്ദർഭമാണ്. മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഇത് ഞാൻ ഉപയോഗിക്കും. കഴിഞ്ഞ ദിവസം ഒരു 4 ലക്ഷത്തിന് മുകളിൽ ഇവർക്ക് വ്യൂസ് കിട്ടി. എന്തിനു വേണ്ടിയാണ് ഊതിപ്പെരുപ്പിച്ച് ഇങ്ങനൊരു കേസ് ഫ്രെയിം ചെയ്യുന്നത്? കഴുതക്കാരനുണ്ടല്ലോ, അത് ഓടിക്കുന്ന ആൾ, അതിനെ നിയന്ത്രിക്കുന്ന ആൾ, അയാളും ഇവരുടെ പിന്നിൽ കയറി. എന്നിട്ട് പോകുന്ന വഴിയിൽ അയാളിൽ നിന്നും മോശാനുഭവം ഉണ്ടായി എന്നുള്ളത് വീഡിയോ എടുത്ത് അവരത് കൊടുത്തിരിക്കുകയാണ്. അത് വലിയ രീതിയിൽ വൈറലായി. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, പാവാവൻ. അബ്ദുള്ള നല്ല പേരും വെച്ചിട്ട് അങ്ങനെ വൈറല ചൈത്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം. അവരതിനെ തുടർന്ന് കരയുന്നുണ്ട്, പറയുന്നുണ്ട് എനിക്ക് വളരെ മോശം അനുഭവം നേരിട്ടു എന്ന് പറഞ്ഞ്. അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ എത്ര അല്ല എന്ന് അവർ ആവർത്തിച്ചാലും കണ്ടന്റ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അത്രയും വലിയൊരു ഡിപ്രഷനിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ അതൊരു വീഡിയോ ആക്കി ഇടാനുള്ള മാനസികാവസ്ഥയൊന്നും അവർക്ക് ഉണ്ടാകില്ലായിരുന്നു. അതൊക്കെ നമുക്കറിയാം. ഇങ്ങനെയുള്ള കേസുകളിൽ ജനപിന്തുണ സ്ത്രീകൾക്കായിരിക്കും. പോട്ടെ, കച്ചവടമാണല്ലോ എല്ലാം, അത് നടക്കട്ടെ. സ്വന്തം ജീവിതത്തിലെ ദുരിതങ്ങളടക്കം തന്റെ സൃഷ്ടിക്ക് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ഒരാൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ്. നിങ്ങൾക്ക് ലോകം മുഴുവൻ ഒറ്റയ്ക്ക് ചുറ്റാനൊക്കെ ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പോകുന്നിടമെല്ലാം നമ്മുടെ വീടിന്റെ മുറ്റം പോലെയാണ് എന്ന് കരുതിയല്ല നിങ്ങൾ പോകേണ്ടത്. വീട്ടിലൊരു മുഖവും സമൂഹത്തിൽ മറ്റൊരു മുഖവുമായി നടക്കുന്ന ഇത്തരം മാന്യന്മാരുടെ മുഖംമൂടി വലിച്ചു കീറുകയാണ് വേണ്ടത്. കീറാൻ വളരെ എളുപ്പാ, പക്ഷെ അത് തുന്നി ചേർക്കാൻ പാടാ. ഷുക്കൂർ വക്കീലും കൃഷ്ണ വക്കീലിനും ഞാൻ മോശക്കാരനായി. പക്ഷെ ഞാൻ നല്ലവനാണെന്ന് പറയാനും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാകും സാറേ. ആ കഴുതപ്പുറത്ത് നമുക്ക് കയറുമ്പോഴേ അറിയാം, ഒരാൾക്ക് തന്നെ കഷ്ടിച്ചിരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. കഴുതയാണത്, കുതിര പോലും അല്ല. വഴിയില്ല എനിക്ക്. അതിന്റെ ബാക്കിൽ ആ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് 2 പേരിരിക്കുമ്പോൾ എത്രത്തോളം ആ ബാക്കിൽ ഇരിക്കുന്ന ആൾ നമ്മുടെ ശരീരത്തിനോട് ചേർന്നിരിക്കും. പിന്നെ പോകുന്നത് കഴുതയാണ്, അല്ലാതെ ഫ്ലൈറ്റിലല്ല കയറിയിരിക്കുന്നത്. ഒരു മനുഷ്യനെ മനഃപൂർവ്വം ചതിക്കുന്നതിനേക്കാൾ വലിയൊരു നീചപ്രവൃത്തി ഈ ലോകത്ത് വേറെ ഇല്ല. നമ്മുടെ നാടാകെ മാറിപ്പോയടാ. എല്ലാവർക്കും ആദ്യം കേൾക്കുന്ന വിശ്വസിക്കാനും അതിന്റെ പുറകെ പോകാനും ഇഷ്ടം. സത്യം എന്താണെന്ന് ആർക്കും അറിയണ്ട. അതിന്റെ ചലനം നമുക്കറിയാം. അതിനനുസരിച്ച് അയാളുടെ ശരീരമൊക്കെ തൊടും. ചിലപ്പോൾ അയാളുടെ സ്വകാര്യ ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉരസും. കുറച്ച് നല്ലവരുടെ ഇടയിൽ ഒരു ചീത്തയാൾ വന്നാൽ ചീത്തയാൾ നല്ലവനാകുകയല്ല ചെയ്യുന്നത്, നല്ലവരും കൂടി ചീത്തയാകുകയാണ് ചെയ്യുന്നത്. ഈ പാലിൽ പാഷാണം കലക്കുന്നത് പോലെ. കേസും ഇതൊന്നും വേണ്ട, എനിക്ക് അതിനൊന്നും താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണെന്ന് കരുതിയാണോ വേറുള്ള രാജ്യങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് പോകുന്നത്? നിനക്ക് എപ്പിസോഡ് ഉണ്ടാക്കണം പ്രാങ്ക് ചെയ്ത് കളിക്കാനുള്ളവരല്ലാട്ടാ ഞങ്ങള്.